ആ അപ്പം സെക്കൻഡ് മോഡലിൻ്റെ അകത്തെ ഇനിയിപ്പോൾ ക്യാം ആണുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം അത് 4 യൂണിഫോം വെലോസിറ്റി, SHM, യൂണിഫോം ആക്സിലറേഷൻ, സൈക്ലോയിഡ് മോഷൻ, ഇത് 4 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം ഇത് 4 വരയ്ക്കാൻ ഇപ്പം അറിയാമല്ലോ. ഇതിനൊപ്പം തന്നെ ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞേക്കാം. അതായത് നമുക്ക് അവർ ചിലപ്പം ഇങ്ങനെ ചോദിക്കും, ഇതിൻ്റെ വെലോസിറ്റി ഡയഗ്രാമും അക്സലറേഷൻ ഡയഗ്രാമും ഈ 3 മാർക്കിന് ചോദിക്കും. 3 മാർക്കിനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടോ അതിൻ്റെ മാക്സിമം അക്സലറേഷൻ എത്ര, അല്ലെങ്കിൽ ആ പ്രോബ്ലം തന്നിൻ്റെ അകത്ത് ആ പ്രോബ്ലത്തിൻ്റെ അകത്ത് നിന്ന് ഇക്വേഷൻ ഇട്ട് അത് കണ്ടുപിടിക്കാൻ ചോദിക്കും. അതൊന്നുമല്ല, ഇതാണ് സംഭവം. ഞാനിതിപ്പോൾ പറഞ്ഞു തരാം, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്നേ ഉള്ളൂ. യൂണിഫോം വെലോസിറ്റിക്ക് അക്സലറേഷൻ ഇല്ല, അതിന് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ ഇതാണ്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ഇങ്ങനെ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ വെലോസിറ്റി വെലോസിറ്റി ഉണ്ട്, അക്സലറേഷൻ ഉണ്ട്. വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത്, അക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത്. അപ്പം അതിൻ്റെ ഇത് ഇങ്ങനെ വരും. പിന്നെ യൂണിഫോം അക്സലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ, അതിൻ്റെ ഈ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇത്, അക്സലറേഷൻ്റെ ഇത്, അതിൻ്റെ ഇതിങ്ങനെ വരും. അത് ഞാൻ വരച്ച് കാണിക്കാം, അപ്പം മനസ്സിലാവും. സൈക്ലോയിഡൽ മോഷൻ, അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത്, അക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത്. അതിൻ്റെ ഡയഗ്രാം ഇങ്ങനെയാണ് വരുന്നത്. ഇത് വെലോസിറ്റിയുടെ ഡയഗ്രാം, ഇത് അക്സലറേഷൻ്റെ, വെലോസിറ്റിയുടെ അക്സലറേഷൻ്റെ, വെലോസിറ്റിയുടെ അക്സലറേഷൻ്റെ, വെലോസിറ്റിയുടെ അക്സലറേഷൻ. ഇതിപ്പം യൂണിഫോം വെലോസിറ്റി അക്സലറേഷൻ അങ്ങനെ ഇല്ല. ഇങ്ങനെയാണ് ജസ്റ്റ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ വരച്ച് പഠിച്ച ഡയഗ്രാം, ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാമിൻ്റെ ഒപ്പം തന്നെ ഞാനത് പറയാം. ഓക്കെ, ഇപ്പം യൂണിഫോം വെലോസിറ്റി. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അടിയിൽ അവർ നമ്മളോടിപ്പോൾ ചോദിക്കുക, എന്തിനാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മളോടിപ്പം ഇതിൻ്റെ എന്നതാ വെലോസിറ്റി ഡയഗ്രാം, അതുപോലെ തന്നെ അക്സലറേഷൻ ഡയഗ്രാം. ഇതിനങ്ങനെ അക്സലറേഷൻ ഡയഗ്രാം ചോദിക്കില്ല, പറഞ്ഞുതരാം. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലേ, ആ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, ഇതിപ്പോൾ തന്നെ തീറ്റാവോ, ഇത് ഇവിടെ നിന്നല്ലേ തുടങ്ങുന്നത്. ഇതിന് താഴേക്ക് ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇത് അവസാനിക്കുന്ന തീറ്റാവോ അവസാനിക്കുന്നതിൻ്റെ അവിടെ നിന്നും ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് എന്തോന്നാണ്? തീറ്റ ആർ, ഡെല്ലിന് വേണ്ടല്ലോ, അതിന് നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ തീറ്റ ഡി, അതിന് നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. ഓക്കെ, ഇനി ഇപ്പോൾ വെലോസിറ്റി ഡയഗ്രാമിന് ഞാൻ ഈ ഒരു പോർഷൻ ഇങ്ങനെ എടുക്കുക, ഇതിങ്ങനെ എടുക്കുക. ഇത് മിക്കപ്പോഴും റഫ് സ്കെച്ച് ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ, റഫ് സ്കെച്ച് ആയിരിക്കും ചോദിക്കുന്നത്. അക്സലറേഷൻ ഡയഗ്രാമിന് ഇതിങ്ങനെ എടുക്കുക. ഇത് കാണാമോ? വളരെ ലൈറ്റ് ആണല്ലേ, പേന കൊണ്ട് വരയ്ക്കാം. അതായത് ഞാൻ ഈ തുടങ്ങിയ സാധനത്തിന് ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു, ഇവിടെ ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. തീറ്റ ആർ തുടങ്ങിയ സ്ഥലത്തും തീറ്റ ആർ അവസാനിക്കുന്ന സ്ഥലത്തും ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് കുറച്ച് താഴെയൊക്കെ ആയിട്ട് ഞാൻ ചുമ്മാ ഒരു ലൈൻ ഇങ്ങനെ ഹോറിസോണ്ടൽ ലൈൻ വരച്ചു. ഇത് സ്കെച്ചൊന്നും എടുത്ത് വരയ്ക്കേണ്ടതല്ല, ജസ്റ്റ് കുറച്ച് വരച്ചു. ഇവിടെയാണ് ഞാൻ ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തത്, പക്ഷെ ഞാൻ കുറച്ചും കൂടെ നീട്ടി വരച്ചു, കാരണം റിമൈനിങ് ബെല്ലും കൂടെ കാണിക്കണമല്ലോ, അതുകൊണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴെ ഇത് ആക്സലറേഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ. അങ്ങനെ പാരലൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് വെറുതെ ഒരു ഹോറിസോണ്ടൽ ലൈൻ. ഓക്കെ, ഇനിയിപ്പം നമ്മുടെ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഇതിൻ്റെ വെലോസിറ്റി ഡയഗ്രാം എന്ന് പറയുമ്പം എങ്ങനെ വരും എന്ന് വെച്ചാൽ, ഇതിങ്ങനെയാണ് വരുന്നത്. സ്കെയിലൊന്നും വെച്ച് വരയ്ക്കേണ്ടതില്ല, പക്ഷെ അത് വൃത്തിക്ക് വരയ്ക്കാൻ വേണ്ടി വരച്ചത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നിന്നും സെയിം അളവിന് തന്നെ എടുത്തേക്കാൻ, സപ്പോസ് നീറ്റായിട്ട് വരയ്ക്കാനാ ചോദിച്ചാൽ വരും. ഇതാണ് ഇതിൻ്റെ വെലോസിറ്റി ഡയഗ്രാം. ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ താന്നു, അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ താന്നു. ഓക്കെ, എന്നിട്ട് ബാലൻസ് ഇങ്ങനെ പോയി. മനസ്സിലായോ? ഇനിയിപ്പോൾ അടുത്ത് ഇതിൻ്റെ അക്സലറേഷൻ ആണെങ്കിൽ യൂണിഫോം വെലോസിറ്റിക്ക് അക്സലറേഷൻ ഇല്ല. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് ഡിനോട്ട്, മണ്ടക്കോട്ട് ഒരാരോ, താഴോട്ടൊരാരോ, താഴോട്ടൊരാരോ, മണ്ടയ്ക്കോട്ടൊരാരോ. ഇതാണ് എന്തോന്ന് ഇതിൻ്റെ അക്സലറേഷൻ ഡയഗ്രാമായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത്.
യൂണിഫോം വെലോസിറ്റിക്ക് അസലറേഷൻ ഇല്ല, അതിനെപ്പറ്റി നമ്മൾ അങ്ങനെ ചോദിക്കില്ല. പിന്നെ ഇത് വരയ്ക്കാൻ നേരത്ത് വെലോസിറ്റി ഡയഗ്രാം ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്, അസലറേഷൻ ഡയഗ്രാം ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ. ഇനിയിപ്പം ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ക്യാമൊക്കെ വരയ്ക്കുന്ന ചോദ്യത്തിൻ്റെ അകത്ത് എല്ലാം നമ്മൾ തന്നെ എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഇതിൻ്റെ മാക്സിമം വെലോസിറ്റി കണ്ടുപിടിക്കാമോ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തുവാന്ന് വെച്ചാൽ, ഇതിൻ്റെ കേസിൽ ഇപ്പോൾ അസലറേഷൻ ഇല്ലല്ലോ, അപ്പോൾ വി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ യൂണിഫോം വെലോസിറ്റിയുടെ കേസിൽ വി ഈസ് ഈക്വൽ ടു എസ് ഒമേഗ ബൈ തീറ്റ എന്നാണ് അർത്ഥം. അപ്പം ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദ്യത്തിൽ ഈ ക്യാമ ഇത്ര സ്പീഡിൽ ഇത്ര RPMത്തിലാണ് കറങ്ങുന്നതെന്ന് പറഞ്ഞ് തന്നിരിക്കും. ഇത്ര RPMത്തിലാണ് ക്യാമ കറങ്ങുന്നതെന്ന് പറഞ്ഞ് തന്നിരിക്കും. അപ്പോൾ N = ഇപ്പോൾ ഒരു 80 RPM അങ്ങനെ വല്ലതായിരിക്കും തരുന്നത്. അപ്പോൾ ഒമേഗയുടെ ഇക്വേഷൻ എന്താണ്? ഒമേഗ = 2πN/60 ആണ്. അപ്പം 2π × 80/60 എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒമേഗ എന്ന് പറഞ്ഞ സാധനം കിട്ടും. അതിൻ്റെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്, റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, അതങ്ങനെയാണ്. അപ്പം നമുക്ക് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുമല്ലോ, അത് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത് ഈ 50 എന്നുള്ള സാധനം. അത് പിന്നെ ഒമേഗ ഈ 50 എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടാൻ നേരത്ത് മീറ്ററിലേക്ക് ആക്കി തന്നെ ഇടുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വാല്യൂ വെലോസിറ്റി = അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് തന്നെ കിട്ടും. ഓക്കെ, ഈ എസ് എന്ന് പറയുന്ന സാധനം, ഈ എസ് എല്ലാത്തിനും യൂണിറ്റ് കറക്റ്റായിട്ട് ഇട്ടേക്കുക. എസ് എന്ന് പറയുന്നത് MM-ലായിരിക്കുമല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത്, അതിനെ മീറ്ററിലേക്ക് ആക്കിയിട്ട് ഇടുക. അതുപോലെ ഒമേഗ റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അതിനകത്ത് വേറെ യൂണിറ്റ് കൺവേർഷൻ ഒന്നും വരുന്നില്ല, ഇവിടെ വാല്യൂ യൂണിറ്റ് കൺവേർഷൻ ഒന്നും വരുന്നില്ല. പിന്നെ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഇത് നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് ചെയ്യാൻ നേരത്ത് അവരെങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഔട്ട് സ്ട്രോക്ക് സംഭവിക്കുമ്പോൾ ഉള്ള മാക്സിമം വെലോസിറ്റി എത്ര, അല്ലെങ്കിൽ റിട്ടേൺ സ്ട്രോക്ക് സംഭവിക്കുമ്പോൾ ഉള്ള മാക്സിമം വെലോസിറ്റി എത്ര, അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇതിപ്പം നടക്കാൻ നേരത്ത് പൊങ്ങാൻ നേരത്തുള്ള മാക്സിമം വെലോസിറ്റി എത്ര, ഇറങ്ങാൻ നേരത്തുള്ള മാക്സിമം വെലോസിറ്റി, അങ്ങനെ രണ്ടായിട്ടേ ചോദിക്കത്തുള്ളൂ, ഒറ്റ ഇതായിട്ട് അങ്ങനെ ചോദിക്കത്തില്ല. അപ്പം ഇത് എങ്ങനെ നമ്മൾ എഴുതാൻ പറ്റും? അപ്പം നമുക്ക് 2 ഇക്വേഷൻ എടുക്കത്തില്ലേ, ആ 2 ഇക്വേഷൻ ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ ജസ്റ്റ് എഴുതുവാണ്. അപ്പം എങ്ങനെ എഴുതാം? ഔട്ട് സ്ട്രോക്ക് സംഭവിക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വി = എസ് എപ്പോഴും സെയിം തന്നെയല്ലേ, ഇൻറ്റു ഒമേഗ സെയിം തന്നെയല്ലേ, ബൈ തീറ്റ എന്ന് പറയുന്നത് തീറ്റ ഒ, ഔട്ട് സ്ട്രോക്ക് സംഭവിക്കുമ്പോൾ തീറ്റ ഒ. അതുപോലെ തന്നെ ഇപ്പറേ വി = എസ് ഒമേഗ ബൈ തീറ്റ ആർ. ഇത്രേ ഉള്ളൂ വ്യത്യാസം. ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് അവർ ഔട്ട് സ്ട്രോക്ക് ചോദിക്കുകയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് തീറ്റ ഒ ആയിട്ട് ഇട്ട് കൊടുക്കണം, തീറ്റ ഓടെ മാത്രം ആംഗിൾ ഇട്ട് ചെയ്യണം. തീറ്റ ആർ എന്ന് പറയുകയാണെങ്കിൽ തീറ്റ ആറിൻ്റെ മാത്രം ആംഗിൾ ഇട്ട് ചെയ്യണം. അതാണ് യൂണിഫോം വെലോസിറ്റിയുടെ ഈ ഒരു സംഭവം. ഇനിയിപ്പം സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ വെലോസിറ്റി ഡയഗ്രാം എങ്ങനെയാണ്, അസലറേഷൻ ഡയഗ്രാം എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ 2 ഇക്വേഷനും, വെലോസിറ്റിയുടെ ഇക്വേഷനും അസലറേഷൻ്റെ ഇക്വേഷനും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തോന്ന് ചെയ്യുന്നു, ഈ തീറ്റ ഒ തുടങ്ങുന്നില്ലേ, അതിനെ ഞാൻ ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു, താഴെ വരെ കൊടുത്തു. തീറ്റ ഒ തീരുന്നില്ലേ ആറിൽ, അത് ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. പിന്നെ അടുത്ത എന്നതാ തീറ്റ ആറ്, അതിനും ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. അതുപോലെ തീറ്റ 6 അവസാനിക്കുന്നതിൻ്റെ അവിടെയും ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക, രണ്ടും കൂടെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഡയഗ്രാം ഒന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെ പേനയും കൊണ്ട് ജസ്റ്റ് വരയ്ക്കുക. ഇവിടം വരെയാണോ? അല്ല, കുറച്ചും കൂടെ നീട്ടണം, കാരണം എന്താണെന്നുണ്ട്, ഈ റിമൈനിങ് ബെല്ലും കൂടെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് ശകലമായിട്ട് താഴെയായിട്ടും കൂടെ വെച്ചിട്ട് ഒരു ലൈനും കൂടെ കൊടുക്കുക, ഇവിടെ വെച്ച് കൊടുക്കുക. രണ്ടും കൂടെ കൊടുക്കണ്ടേ, കുറച്ചും കൂടെ നീട്ടി വരച്ചു. ഓക്കെ, ഇനിയിപ്പം ഇതിപ്പം സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വെലോസിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെ വരും. എങ്ങനെയാണ്? കണ്ടുപോയി. അതായത് ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ വരും. അയ്യോ, ഇവിടെയാണോ വരയ്ക്കേണ്ടത്? സോറി, തെറ്റിപ്പോയി. ഇങ്ങനെ റൗണ്ടായിട്ട് വരും. കറണ്ട് പോയപ്പോൾ അത് ശ്രദ്ധിച്ചു. ഇതിങ്ങനെ വരും. ഇങ്ങനെയില്ല കേട്ടോ, ഇതിങ്ങനെ വരും. അതിനുശേഷം ഇതിങ്ങനെ, ഇതും റൗണ്ടാണ്, കറക്റ്റ് ആ ഒരു പാരബോള പോലത്തെ ഷേപ്പ്. ഓക്കെ, ഇതിങ്ങനെ നല്ല റൗണ്ടായിട്ട് ഇവിടെ വരും. അതുപോലെ ഇത് നല്ല
റൗണ്ടായിട്ട് വരും. ഓക്കെ, ഇനിയിപ്പം അതിൻ്റെ അസലറേഷൻ, ഇതാണ് വെലോസിറ്റി ഡയഗ്രാം. അസലറേഷൻ ഡയഗ്രാം എങ്ങനെ വരും? ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഇവിടെ ഇതിങ്ങനെ താഴ്ന്നു നിൽക്കും. എന്നിട്ട് ഇതിങ്ങനെ നല്ല വളവിൽ ഇങ്ങനെ വന്ന് മുട്ടും. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കും. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഇതിങ്ങനെ ഇതിപ്പം ഈ കേസിൽ ഒരെണ്ണം ചെറുതായിട്ടിരിക്കുന്ന ഒരെണ്ണം വലുതായിട്ടിരിക്കുന്ന പോലെ തോന്നാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്ന ആംഗിൾ 60ഉം ഇവിടെ എടുത്തിരിക്കുന്നത് 120 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം, ഇപ്പം സപ്പോസ് ഇപ്പോൾ ഇവിടെ ഒരു 60 ഡിഗ്രിയാണ്, ഇതും ഒരു 60 ഡിഗ്രി ആയിരുന്നെങ്കിൽ ഇതെല്ലാം സെയിം ഷേപ്പിൽ നല്ല ഇതായിട്ടിരുന്നതിനെ കാണാൻ. ഇപ്പോൾ സൈക്ലോയിഡിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാരണം സൈക്ലോയിഡിൽ നമ്മൾ 60 ഡിഗ്രി വെച്ചല്ലേ എടുത്തത്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് വരയ്ക്കാനത് നിങ്ങൾക്ക് രണ്ടും സിമെട്രിക്കലായിട്ട് തന്നെ ഇരിക്കും. ഇതിപ്പോൾ അതിൻ്റെയാണ് ഒരു വ്യത്യാസം, ആംഗിളിൻ്റെയാണ് ഒരു വ്യത്യാസം. ഓക്കെ, ഇതാണ് എന്തോന്ന് അസലറേഷൻ ഡയഗ്രാം. മനസ്സിലായോ? അതായത് നമ്മൾ ജസ്റ്റ് തീറ്റ ഓ തുടങ്ങുന്നതിൻ്റെ അവിടെ നിന്നും തീറ്റ ഓ അവസാനിക്കുന്നതിൻ്റെ അവിടെ നിന്നും ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. അതുപോലെ തന്നെ തീറ്റ ആർ തുടങ്ങുന്നതിൻ്റെ അവിടെ നിന്നും തീറ്റ ആർ അവസാനിക്കുന്നതിൻ്റെ അവിടെ നിന്ന് ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. അതിനുശേഷം എന്നാ ചെയ്തു? എന്നിട്ട് വെലോസിറ്റി ഡയഗ്രാം, വെലോസിറ്റി ഡയഗ്രാം പറഞ്ഞ് ഇവിടെ നിന്ന് ഇതിങ്ങനെ പൊങ്ങി ഇവിടെ വന്ന് മുട്ടുന്നു, തിരിച്ച് ഇതിവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി ഇവിടെ വന്ന് മുട്ടുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇതിൻ്റെ ഇവിടെ ഇതിങ്ങനെ കൂട്ടിമുട്ടിക്കുക. അതുപോലെ തന്നെ ഇതിനിങ്ങനെ അങ്ങോട്ടേക്ക് വിട്ടേക്കുക. ഓക്കെ, അതാണ് വെലോസിറ്റി ഡയഗ്രാം. എന്നിട്ട് അസലറേഷൻ ഡയഗ്രാം ആണെങ്കിൽ ഇതിങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ വരുന്നു. അതിനുശേഷം ഇതിങ്ങനെ കൂട്ടിമുട്ടിക്കുന്നു. ഡെല്ലല്ലേ, ഒന്നുമില്ല. അതിനുശേഷം പിന്നെ ഇതിങ്ങനെ ഇതായി ഇങ്ങനെ വരുന്നു. എന്നിട്ട് ഇതിനെ ബാലൻസിന് ഇങ്ങനെ വിടുന്നു. ഇതാണ് ഇതിൻ്റെ അസലറേഷൻ ഡയഗ്രാം. ഓക്കെ, ഇനിയിപ്പോൾ വെലോസിറ്റിയുടെ ഇതിൻ്റെ മാക്സിമം ഇക്വേഷൻ നോക്കാം. വി ഈക്വൽ ടു എന്താണ്? ഇതിൻ്റെ വി ഈക്വൽ എന്ന് പറഞ്ഞാൽ പൈ ഒമേഗ എസ് ബൈ 2θ എന്നാണ്. ഓക്കെ, അസലറേഷൻ്റെ എ എന്ന് പറയുന്നത് കാണാമോ? എ എന്ന് പറയുന്നത് 4 ഒമേഗ പിന്നെ 4 അല്ലല്ലോ, പൈ സ്ക്വയർ ഒമേഗ പൈ സ്ക്വയർ ഒമേഗ സ്ക്വയർ എസ് ബൈ 2θ സ്ക്വയർ എന്ന് പറഞ്ഞാണ്. ഓക്കെ, വെലോസിറ്റിയുടെ ഇക്വേഷൻ വി ഈക്വൽ ടു പൈ ഒമേഗ എസ് ബൈ 2θ. എ എന്ന് പറയുന്നത് പൈ സ്ക്വയർ ഒമേഗ സ്ക്വയർ എസ് ബൈ 2θ സ്ക്വയർ എന്ന് പറഞ്ഞാണ്. അങ്ങനെയല്ലേ? ഓക്കെ ആണ്, കറക്റ്റാണ്, പക്ക. ശരി, ഇനിയോ ഇതിപ്പം ഞാനിതിപ്പം ഒറ്റ ഇക്വേഷൻ പഠിച്ചിട്ട് നമുക്ക് ആക്ച്വലി നമ്മൾ കണക്കിൽ ചെയ്യാൻ പറ്റാത്ത എങ്ങനെ വരും? അവർ ചോദിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ തീറ്റ ഓടെ മാക്സിമം വെലോസിറ്റി, അല്ലെങ്കിൽ തീറ്റ ആറിൻ്റെ മാക്സിമം വെലോസിറ്റി, അതുപോലെ തന്നെ തീറ്റ ഓയിൻ്റെ മാക്സിമം അസലറേഷൻ, തീറ്റ ആറിൻ്റെ മാക്സിമം അസലറേഷൻ, അങ്ങനെ പറഞ്ഞേ ചോദിക്കത്തുള്ളൂ. അപ്പം തീറ്റ ഓടെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? തീറ്റ ഓടെ ചോദിക്കുകയാണെങ്കിൽ വെലോസിറ്റി ചോദിക്കുകയാണെങ്കിൽ പൈ ഒമേഗ എസ് ബൈ 2θ ഓ എന്ന് പറഞ്ഞ് എടുക്കണം. ഓക്കെ, അതുപോലെ ഇവിടെ പൈ ഒമേഗ എസ് ബൈ 2θ ആർ എന്ന് പറഞ്ഞ് എടുക്കണം. ഇതാണ് ഇതിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ, തീറ്റ ഓയിലും തീറ്റ ആറിലും. ഇനിയിപ്പോൾ അസലറേഷൻ ആണെങ്കിലോ എ ഈക്വൽ ടു പൈ സ്ക്വയർ ഒമേഗ സ്ക്വയർ എസ് ബൈ 2θ ഓ സ്ക്വയർ. ഓക്കെ, തീറ്റ ഓയിൻ്റെ സ്ക്വയർ. അതുപോലെ തന്നെ ഇവിടെയും എ ഈക്വൽ ടു പൈ സ്ക്വയർ ഒമേഗ സ്ക്വയർ എസ് ബൈ 2θ ആർ സ്ക്വയർ എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ആർ സ്ക്വയർ എന്ന് പറഞ്ഞ് വരും. ഇതിൻ്റെ സ്ക്വയർ ആണ് ബ്രാക്കറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവം വരുന്നത്. അപ്പോൾ ഇതാണ് എന്തോന്ന് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതിൻ്റെ വെലോസിറ്റി ഡയഗ്രാം ചോദിച്ചാൽ ഇങ്ങനെ വരയ്ക്കണം, അസലറേഷൻ ഡയഗ്രാം ചോദിച്ചാൽ ഇങ്ങനെ വരയ്ക്കണം. അതിൻ്റെ ഇക്വേഷൻ മാക്സിമം വെലോസിറ്റി ഇക്വേഷൻ വി ഈക്വൽ ടു പൈ ഒമേഗ എസ് ബൈ 2θ. അസലറേഷൻ എന്ന് പറയുന്നത് പൈ സ്ക്വയർ ഒമേഗ സ്ക്വയർ എസ് ബൈ 2θ സ്ക്വയർ. അതിൻ്റെ അത് തീറ്റ ഓ ആണെങ്കിൽ ചോദിക്കുന്നത് തീറ്റയുടെ അവിടെ ഓ ഇട്ട് കൊടുക്കുക, തീറ്റ ഓ ഇട്ട് കൊടുക്കുക. റിട്ടേൺ സ്റ്റോക്കിൻ്റെ ചോദിക്കുന്നത് തീറ്റ ആർ ഇട്ട് കൊടുക്കുക. അങ്ങനെ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് യൂണിഫോം അസലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ. യൂണിഫോം അസലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ്റെ അതേപോലെ ഞാൻ ജസ്റ്റ് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് പറഞ്ഞു? എവിടെ നിന്നാണ് തുടങ്ങുന്നത്? തീറ്റ ഓടെ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ലൈൻ ഓഫ് ആക്ഷൻ. ഓക്കെ, തീറ്റ ഓ അവസാനിക്കുന്നതിൻ്റെ അവിടെ നിന്ന് ലൈൻ ഓഫ് ആക്ഷൻ.
ഓക്കെ. തീറ്റ ആർ തുടങ്ങുന്നതിൻ്റെ അവിടെ നിന്ന് ലൈൻ ഓഫ് ആക്ഷൻ തീറ്റ കണ്ടുവന്നു. തീറ്റ ആർ അവസാനിക്കുന്നതിൻ്റെ അവിടെ നിന്ന് ലൈൻ ഓഫ് ആക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ജസ്റ്റ് ഒരു ഹോറിസോണ്ടൽ ലൈന് വെറുതെ കൊടുത്തു, കുറച്ച് നീട്ടി കൊടുത്തു, കാരണം ബെല്ലും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതുപോലെ തന്നെ കുറച്ച് തൊട്ട് താഴെയായിട്ട് അടുത്തതും കൂടെ കൊടുത്തു. ഓക്കെ. ഇനിയിപ്പം ഞാൻ ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത് വെലോസിറ്റി ഡയഗ്രാം. കാണാമോ? വെലോസിറ്റി ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. വെലോസിറ്റി ഡയഗ്രാമത്തിൽ ഇതെങ്ങനെ വരും എന്ന് വെച്ചാൽ മുള്ളു പോലെ വരും. ഓക്കെ, ഇങ്ങനെ വരും. അതുപോലെ ഇത് വളവ് തരുമൊന്നുമല്ല, കറക്റ്റ് സ്ട്രെയിറ്റ് ആണ്. സ്കെയിൽ വെച്ച് വേണം വരയ്ക്കാൻ. ഓക്കെ. ഇതെങ്ങനെ വരും എന്നറിയാമോ? ഇത് ഇങ്ങനെ ഇവിടെ ഇത്ര ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്ര ഇത്, അതുപോലെ തന്നെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്ര ഇത് ഇവിടെ നിന്ന് ഇത്ര ഇത്. എന്നിട്ട് എങ്ങനെ വരുമെന്ന് വിചാരിച്ചാൽ ഇതെല്ലാം ഈ മൂന്നിൻ്റെ ഇതിലെ കൂടെ കട്ടാക്കുമെന്ന് വേണമെങ്കിൽ വിചാരിച്ചു. ഓക്കെ, ഇങ്ങനെ കൂടെ കട്ടാകുന്ന പോലെ ഇവിടെ വരെ വരുമായിരിക്കും. എന്നിട്ട് ഇത് താഴെ. ഇതൊക്കെ സ്കെയിലും കൊണ്ടാണ് വരയ്ക്കുന്നത്. സ്കെയിലും കൊണ്ട് കറക്റ്റായിട്ട് ഇതിങ്ങനെ പെർഫെക്റ്റ് ഇതായിട്ടിരിക്കും. അതുപോലെ തന്നെ ഇത് മൂന്നിൻ്റെ ഇതിലെ കൂടെ വേണത് കറക്റ്റ് ഇതിങ്ങനെ പോകാനായിട്ട്. അതായത് ഇതിൻ്റെ സെൻറ്റർ ഇല്ലേ, ഇതിൻ്റെ സെൻറ്റർ എടുത്തില്ലേ നമ്മളിവിടെ ഇത് വരയ്ക്കുന്നത്, അതിന് തന്നെ നേരെ ഇങ്ങനെ താഴായിട്ട് ഇങ്ങനെ വരും. അത് നല്ല ഷാർപ്പായിട്ടിരിക്കും. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതിങ്ങനെ വന്ന് ഇതിങ്ങനെ വന്ന് ഇങ്ങനെ വരും. ഇതിങ്ങനെയാണ്. ഓക്കെ, മനസ്സിലായില്ല? ഓക്കെ. ഇവിടെ നിന്ന് ഇതിങ്ങനെ തുടങ്ങി ഇവിടം വരെ പോകും. അതായത് മൂന്നിൻ്റെ നടുക്കായിട്ട്. എന്നിട്ട് അത് ഇവിടെ നിന്ന് ഇങ്ങനെ താഴും. അതിനുശേഷം അനക്കമൊന്നുമില്ല, അങ്ങനെ ഇരിക്കും. പിന്നെ അതിനുശേഷം അതിങ്ങനെ നേരെ ഇറങ്ങും. അതിനുശേഷം ഇത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരും. പിന്നെ അതിൻ്റെ നോർമൽ ഇങ്ങനെ പോകും. അസലറേഷൻ എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഇത്ര ഇതിങ്ങനെ വന്ന് താഴെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് ഇത് ഇങ്ങനെ മണ്ടയ്ക്ക് പോയിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അസലറേഷൻ ഡയഗ്രാം. ഓക്കെ. ഇനിയിപ്പം ഇതിൻ്റെ ഇക്വേഷൻ നോക്കാം. ഓക്കെ, ഇക്വേഷൻ എന്ന് പറയുമ്പം യൂണിഫോം അസലറേഷൻ ഇൻട്രഡക്ഷന് V = എന്ന് പറയുന്നത് V = 2ωs by നമ്മുടെ തീറ്റ ആയിരുന്നു. ഇതിൻ്റെ അസലറേഷൻ എന്ന് പറയുന്നത് 4ω²s/θ² ആണ്. ഓക്കെ, യൂണിഫോം അസലറേഷൻ ഇൻട്രഡക്ഷൻ്റെ ഇക്വേഷൻ ഇത് തന്നെയാണ്. V = 2ωs by θ, A = 4ω²s/θ². ഓക്കെ. ഇനിയിപ്പം ഇതിൻ്റെ വെലോസിറ്റിയുടെ ഔട്ട് സ്ട്രോക്കിലുള്ളതാണെങ്കിൽ ഇതെങ്ങനെ എഴുതും? 2ωs by θo. ഇപ്പറയാണെങ്കിലോ 2ωs by θr ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി ആയി. അസലറേഷൻ ആണെങ്കിലോ 4ω²s by θo². അതുപോലെ തന്നെ ഇപ്പറയോ 4ω²s by θr². ഓക്കെ, അതാണ് ഇതിൻ്റെ ഇക്വേഷൻ. പിന്നെ അതാണ് ഞാൻ ഈ പടം കാണിച്ചത് ഇതുകൊണ്ടാണ്. ഇതിപ്പോൾ നിങ്ങൾ ഈ ഒരു സെറ്റിൽ ഓർത്തിരുന്നാൽ മതി. സൈക്ലോയിഡലും കൂടെ പറയാം. ഇത് തെറ്റരുത്. ഇതിങ്ങനെയാണ്. ഇതിങ്ങനെ വന്ന് ഇങ്ങനെയാണ്. മനസ്സിലായോ? ഇങ്ങനെ വന്ന് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ. അതിനുശേഷം ഇതിങ്ങനെ ഹൈലൈറ്റ് മുട്ടിക്കുക. അതിനുശേഷം ബെല്ലും കൂടെ ഇങ്ങനെ കാണിക്കുക. ഇതാണ് ഇതിൻ്റെ അസലറേഷൻ ഡയഗ്രാം. ചില ചോദ്യത്തിൽ ഇങ്ങനെ എന്താ പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ഒപ്പം വരയ്ക്കുന്നതിനോട് തന്നെ വെലോസിറ്റി ഡയഗ്രാം അസലറേഷൻ ഡയഗ്രാം കൂടെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും, മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കുന്നതിന് കുറച്ച് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്ത് ലിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വെച്ചിട്ട് ഹൊറിസോണ്ടൽ ലൈൻ കൊടുത്ത് ഇങ്ങനെ വരച്ചാൽ മതി. പിന്നെ മസ്റ്റായിട്ട് മിക്കപ്പോഴും ചോദിക്കുന്നത് തീറ്റ ഓയിലെ വെലോസിറ്റി മാക്സിമം വെലോസിറ്റി പറയുക, അല്ലെങ്കിൽ തീറ്റ ഓയിലെ മാക്സിമം അസലറേഷൻ പറയുക, അങ്ങനെ പറഞ്ഞ് ചോദിക്കും. അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇക്വേഷനാണ് ഇത്. ഓക്കെ, ഇനിയിപ്പം ഡിസ്പ്ലേസ്മെന്റ് സൈക്ലോണൽ മോഷൻ അത് അങ്ങനെ തന്നെ. ഇതൊന്നാണ് തീറ്റ ഓ തുടങ്ങുന്ന സ്ഥലം
തീറ്റ ഓ അവസാനിക്കുന്ന സ്ഥലം, തീറ്റ ഓ തീറ്റ ആർ തുടങ്ങുന്ന സ്ഥലം, തീറ്റ ആർ അവസാനിക്കുന്ന സ്ഥലം. എന്നിട്ട് ചുമല വെച്ച് വരയ്ക്കട്ടോ, ചുമല കട്ട് ചെയ്യാം. ഇപ്പോൾ വന്നിട്ട് സിമ്മട്രിക്കലായിട്ടിരിക്കും നമ്മൾ വരയ്ക്കുമ്പോൾ. കാരണം ഇതാ ഇപ്പുറേ 60 ഇപ്പുറേ 60ആണല്ലോ. അയ്യോ ഇങ്ങനെയല്ല, ഇത് കുറച്ചും കൂടെ നീട്ടി വരയ്ക്കണം. ആ റിമൈനിങ് ബെല്ലും കൂടെ കാണിക്കാൻ വേണ്ടി നീട്ടി വരയ്ക്കണം. ഓക്കെ, ഇത് അതുപോലെ തന്നെ കുറച്ചും കൂടെ നീട്ടി വരയ്ക്കണം. ശരി, ഇനിയിപ്പോൾ എന്താണ്? ഇനിയിപ്പം ഇതിൻ്റെ എന്ന് പറയാൻ നേരത്ത് ഇതിൻ്റെ വന്നിട്ട് ഇതൊരു മല പോലെ എന്ന് വെച്ചാൽ പതുക്കെ ഇങ്ങനെ കയറി അതുപോലെ തന്നെ പതുക്കെ ഇങ്ങനെ വരും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ അതേപോലെ തന്നെ താഴെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് അതേപോലെ തന്നെ ഇതിവിടെ ഇങ്ങനെ വന്ന് പോകും. നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് കിട്ടിയല്ലോ. ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയല്ല, ഇങ്ങനെയും അതുപോലെ തന്നെ ഇങ്ങനെ, അതാണ് സംഭവം. ഇതാണ് വെലോസിറ്റി ഡയഗ്രാം. ഇനിയിപ്പോൾ അടുത്ത അസലറേഷൻ ഡയഗ്രാം വരയ്ക്കാം. അസലറേഷൻ ഡയഗ്രാം എന്ന് പറയുമ്പം ഇങ്ങനെയാണ്. സാധാരണ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പോലെ വേവ് ലെങ്ത് വരയ്ക്കുന്ന പോലത്തെ സാധനമാണ് ഇത്. പിന്നെ ഇതിനെ നേരെ മറ്റേ രീതിയിൽ ഇതാണ് എന്തോന്ന്, ഇതിൻ്റെ അസലറേഷൻ ഡയഗ്രാം. ഓക്കെ, വെലോസിറ്റി ഡയഗ്രാം ഇതിങ്ങനെ വരും. വെലോസിറ്റി ഡയഗ്രാമിൻ്റെ റിട്ടേൺ സ്ട്രോക്ക് ഇങ്ങനെ, അസലറേഷൻ ഡയഗ്രാമിൻ്റെ ഔട്ട് സ്ട്രോക്ക് ഇങ്ങനെ, റിട്ടേൺ സ്ട്രോക്ക് ഇങ്ങനെ. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്തോന്നാണ്? വി എന്ന് പറയുന്നത് 2ωs/θ, എ എന്ന് പറയുന്നത് 2πω²s/θ². പക്ക. അപ്പോൾ ഇത് വരാൻ നേരത്തെ എങ്ങനെ വരും? 2ωs/θo അല്ലേ, 2ωs/θr അല്ലേ. അതുപോലെ തന്നെ ഇവിടെയോ 2πω²s/θo². അതുപോലെ ഇവിടെയോ 2πω²s/θr². ശരിയല്ലേ? അപ്പോൾ ഏതായാലും ഇതാണ് സൈക്ലോയിഡൽ മോഷൻ്റെ വെലോസിറ്റി ഡയഗ്രാമും അസലറേഷൻ ഡയഗ്രാമും. ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം പഠിച്ചു 4 എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്. സ്ട്രോക്ക്, തീറ്റ ഒ, തീറ്റ ഡി, തീറ്റ ആർ, ഈ 4 സാധനം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം സുഖമായിട്ട് വരയ്ക്കാൻ പറ്റും. ഓരോന്നിനും ഓരോ ഇതിലാണ് വരയ്ക്കേണ്ടത്. യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കൂട്ടി വരച്ചാൽ മതി. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ സൈഡിലൊരു സെമി സർക്കിൾ പോലെ വരച്ചിട്ട് അതിനെ ഈക്വൽ പാർട്സ് ഡിവൈഡ് ചെയ്തിട്ട് അതിന് പാരലൽ വരച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ. യൂണിഫോം അസലറേഷൻ റിട്ടാർഡേഷൻ ആണെങ്കിൽ നടുക്കത്തെ ലൈൻ, അതായത് ഈക്വൽ പാർട്സ് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ നടുക്കത്തെ ആ പാർട്ടിനെ വന്നിട്ട് നമ്മൾ എത്ര ഈക്വൽ പാർട്സ് ആണ് ആക്കി അതുപോലെ 6 ഈക്വൽ പാർട്സ് ഞാൻ ആക്കിയെങ്കിൽ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അറ്റത്ത് നിന്ന് 3 ഇങ്ങനെ വരയ്ക്കുക, അപ്പുറത്ത് നിന്ന് 3 ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം അത് തമ്മിൽ കൂട്ടിമുട്ടുന്നതാണ് എന്തോന്ന് അത് മറ്റേ സംഭവം. അപ്പം ഇങ്ങനെയാണ് യൂണിഫോം അസലറേഷൻ റിട്ടാർഡേഷൻ വരുന്നത്. അത് ഓർത്തിരിക്കുക. ഓക്കെ, സൈക്ലോയിഡൽ മോഷൻ എന്ന് പറയുമ്പോൾ ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ s/2π അതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പം അത് ഓർത്തിരിക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്തോന്ന് ചെയ്യും, നമ്മൾ നടുക്കത്ത് ഇതിനിങ്ങനെ യൂണിഫോം വെലോസിറ്റിക്ക് വരയ്ക്കുന്ന പോലെ ഇങ്ങനെ വരച്ചിട്ട് അതിന് പാരലിൽ 4, 5 കൂട്ടിമുട്ടുന്നതും 1, 2 കൂട്ടിമുട്ടുന്നതും കൂടെ വരയ്ക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇനിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ താഴെ നിന്നാണ് ഇത് 1, 2, 3, 4, 5, 6 വരുന്നത്. 3 ലെഫ്റ്റിലും 6 റൈറ്റിലും. മണ്ടയ്ക്കോട്ട് വരയ്ക്കാൻ നേരത്ത് 6 ലെഫ്റ്റിലും 3 റൈറ്റിലും. ഓക്കെ, ഇങ്ങനെയാണ് നമ്പർ കൊടുക്കുന്നത്. 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതങ്ങനെ കൊടുത്തിട്ടാണ് ഇത് വരയ്ക്കുന്നത്. ഓക്കെ, സൈക്ലോയിഡൽ എന്ന് പറയുമ്പോൾ പെരിത്തിനുണ്ട് സർക്കിൾ വരച്ച് വരയ്ക്കുന്നതാണ്. ശരി, അപ്പം ഈ 4 പറഞ്ഞു. അതിനുശേഷം മറ്റേ കൂടെ ചോദിക്കുന്ന മറ്റേ മാക്സിമം വെലോസിറ്റി, മാക്സിമം അസലറേഷൻ എത്ര എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷനും പറഞ്ഞു. പിന്നെ സപ്പോസ് വെലോസിറ്റി ഡയഗ്രാം സൂചിപ്പിക്കാനോ അസലറേഷൻ ഡയഗ്രാം സൂചിപ്പിക്കാനോ പറഞ്ഞാൽ അതിനുള്ളതും പറഞ്ഞു. ഇനിയിപ്പം നമുക്ക് ക്യാം വരയ്ക്കുന്നത് നോക്കാം.